ഇവിടെ കിടന്ന പട്ടിയൽ എന്ത് ചെയ്ത്? പട്ടിയല്ലേ? അതെ, ഏട്ടനല്ലേ അവിടെ എവിടെയെങ്കിലും ഇട്ടത്? ആ, ഞാനിവിടെ വെച്ചിരിക്കാ, അതിപ്പോ കാണാനില്ല. ഇതാരെടുത്തോണ്ട് പോയി? ഇതാരെടുത്തോണ്ട് പോയി? ചുമ്മാ അല്ല. തങ്കം, നീ കണ്ടോ? നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടോ? കാണാതിരിക്കുന്നത്. ആ കാണാത്തൊരു കാര്യം. നീ അതിന്റെ ഇടയ്ക്ക് വഴക്കായി. പോലീസുകാരനാണല്ലോ നിനക്ക്. പ്രകൃതിക്ഷോഭം വരെ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഈ കാലത്ത് ഇവറ്റകളും വഴക്കുണ്ടാവുന്ന കർത്താവിന് പോലും അറിയത്തില്ല. എടുത്തോ ഇല്ലയോ എന്നുള്ളത് ഇവൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം, ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ചെയ്യണ്ടാവും. ഒരു മൊട്ടു സൂചിയെങ്കിലും മേടിക്കണ്ടാവും. കുടുംബത്തിന്, എന്റെ കുടുംബത്തിനല്ലേ അത് ഞാൻ അങ്ങ് സഹിച്ചു വേണ്ട. ഇവിടെ കിടക്കുന്ന സാധനം വിറ്റ് തുലയ്ക്കാൻ വേണ്ടി പറ്റൂ. ഈ കുടുംബത്തെ എന്ത് സാധനം ക്ലീറ്റ വിറ്റ് തുലച്ചെടുക്കുന്നത്? ഇവിടെ ഗ്യാസ് പോകുമ്പോ ഗ്യാസ് അടുപ്പ് ആരാ മേടിച്ചത്? നീ മേടിച്ചു തരണ്ട. ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടിട്ടേക്കുന്ന പട്ടിയിൽ എടുത്തിട്ടല്ല അവന്റെ പാർട്ടി വളർത്തുള്ളത്. ഞാൻ മലയാളത്തിൽ നിന്നോട് പറഞ്ഞു, അത് നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല, ക്ലീറ്റ വേറെ സ്ഥലത്തുനിന്ന് മേടിച്ചതാന്ന്. ഇവിടെ പറ്റില്ല. ഇവിടെ കിടന്ന ക്ലീറ്റ പാർട്ടി കുത്തിയേക്കണത് വഴിയാവണ്ട കൊണ്ടുപോയിട്ട് പാർട്ടിയിൽ എന്റെ ഇവിടെ നിർത്തൽ പട്ടിയെടുത്തിട്ടാണ് അവൻ പാർട്ടി നടത്താൻ പോണത്. ലോകത്ത് നിന്റെ കയ്യിൽ മാത്രമുള്ള പട്ടിയല്ലേ ഇവിടുത്തെ പട്ടിയിലെവിടെ? ചോദിക്കും നീ എന്നും അളിയന്മാര് തമ്മിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും ന്യായീകരിക്കാൻ എന്റെ ക്ലീറ്റോനെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുന്ന് പട്ടിയിൽ എടുത്തോണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അഥവാ എടുത്തോണ്ട് പോയെങ്കിൽ അത് തിരിച്ചുകൊണ്ടിട്ടാ തീരാവുന്ന പ്രശ്നമല്ലേ? ഒന്നുമില്ല, അളിയനല്ലേ. നീ എവിടെയെങ്കിലും കണ്ടോ ക്ലീറ്റ് എടുത്തോണ്ട് പോകുന്നത്? ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരാണ് ഉണ്ടാക്കുന്നത്? നീ എന്റെ ക്ലീറ്റ് അല്ല, നീ മാന്തി തുടങ്ങും, ക്ലീറ്റ് അന്നേരം തിരിച്ചു മാന്തും. വരട്ടെ, അപ്പൊ ചോദിക്കാമല്ലോ. അല്ല പിന്നെ അങ്ങനെ ഒരാൾ അങ്ങനെ മോശക്കാരനാക്കാൻ ഞാൻ സമ്മതിക്കൂല. നിന്റെ പട്ടികൾ തിന്ന് പുഴുകി തിന്ന് രാവിലെ അതായിരിക്കും തിന്നത്. എനിക്കറിയാൻ പാടില്ല. എന്റെ പട്ടികല്ല എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടവൻ ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതാ പാട്. നീ ആരാ ഇവിടുത്തെ? നീ ആരാ? എന്റെ പൊന്ന് റൊണാൾഡേ, നീ അറിഞ്ഞോ അറിയാതെയോ നീ മാറ്റി ഒരിടപാടിന് ഞാൻ ഇല്ല. ഇത് മറ്റേ ബുള്ളറ്റ് പണിയാൻ കൊണ്ട് പോയില്ലേ, അതിന്റെ പൈസ കൊണ്ട് വന്നേ കേട്ടോ. ഏത് ബുള്ളറ്റ്? ഇല്ല പൊന്ന് കനവ സാറേ, എൻ്റെ കയ്യിൽ കുറച്ച് പട്ടിയൽ കൊണ്ട് കഴിഞ്ഞ ആഴ്ച തന്നു. ഞാൻ കണ്ട കഷ്ടകാലത്ത് വാങ്ങിച്ചു വെച്ചു. പൈസ പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം മുതൽ വിളി തുടങ്ങി. കൊടുക്കാൻ ഇപ്പം ഭീഷണിയായി ഈ ദൂരം നിൽക്കുകയാണ്. പൈസ ഞാൻ വരാം, ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. പോയിക്കോ, ഞാൻ വരാം. പോ. പട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. ഇനി ഇതിന്റെ പേര് നിങ്ങൾ ആങ്ങളും പെങ്ങളും കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. എപ്പോഴും വന്ന് സെറ്റിൽമെന്റ് ഞാൻ കാണണമെന്നില്ല. ഇവിടെ എവിടെ ഇരിക്കുവാണോ? ഓക്കെ, ലില്ലിപ്പണ്ണകത്ത് കയറിപ്പോ. ഇതൊന്നും കണ്ട് ലില്ലിപ്പണ്ണ് പഠിക്കരുത്. നമ്മള് കൊടങ്ങാള കുടുംബത്തിനൊന്നും ചേർന്നതാണ് ചുമ്മാ നിസ്സാര കാര്യത്തിന് വഴക്ക്. അവന്റെ അനി